നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഫലം കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചാണ്. പ്രധാനമായും പണ ആവശ്യം നിറവേറ്റുവാനുള്ള ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. നമ്മൾ നേരത്തെ തന്നെ നിത്തിക ദേവതയെക്കുറിച്ച് 2-3 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതായി അവർ അറിയിച്ചിട്ടുണ്ട്. അതായത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജുകളിൽ പണത്തിന് ആവശ്യമുണ്ട്, ആ പണം കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോകൾ കാണുവാൻ ഇടയാവുകയും അത് മുഖാന്തരം അവർ നിത്തിക ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുകയും അതിലൂടെ അവർക്ക് ആവശ്യമായ പണം നേടിയെടുക്കുവാൻ സാധിച്ചതായും പലരും കമൻറ്റ് ബോക്സുകളിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ചെറിയ തുക മുതൽ വലിയ തുക വരെ ലഭിച്ച ഒരുപാട് പേരുണ്ട്. അത്രയും ഫലം തരുന്നതാണ് നിത്തിക ദേവതയുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നിത്തിക ദേവതയെ എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, ഏത് മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കണം എന്നെല്ലാം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ പുതിയതായിട്ട് നിത്തിക ദേവതയെക്കുറിച്ച് കേൾക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമായ തുക നിത്തിക ദേവത ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. കാരണം നമുക്കെല്ലാവർക്കും തന്നെ ഏറ്റവും അത്യാവശ്യമായ ഒന്ന് എന്ന് പറയുന്നത് പണം തന്നെയാണ്. പണമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെയും സോർട്ട് ഔട്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ചില ആളുകൾക്ക് ചെറിയ തുകയായിരിക്കും ആവശ്യം, ചില ആളുകൾക്ക് വലിയ തുകയായിരിക്കും ആവശ്യം. മാത്രമല്ല, ഒരു മാസത്തിൻ്റെ തുടക്കമാണ്. ഈ 1-ാം തീയതി മുതൽക്ക് 15-ാം തീയതി വരെയും പലരുടെയും അക്കൗണ്ടുകളിൽ നിന്ന് EMI ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ആ EMI അടയ്ക്കുവാനുള്ള പണം പോലും നമ്മുടെ അക്കൗണ്ടുകളിൽ ഇല്ല. ശമ്പളം കിട്ടി, 1-ാം തീയതി ശമ്പളം അക്കൗണ്ടിൽ ക്രെഡിറ്റായി ആ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം എല്ലാം തന്നെ EMI ആയിട്ട് മാറിപ്പോവുകയാണ് ചെയ്തത്. വീട്ടു ചിലവിന് പോലും കാശില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ നിത്തിക ദേവതയുടെ അനുഗ്രഹത്തോടു കൂടി അവർക്ക് ആവശ്യമായ പണം അവരെ തേടിയെത്തുവാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേർഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. ഇനി പലരും ചോദിക്കും, ഞാൻ നിത്തിക ദേവതയെ പ്രാർത്ഥിച്ച് വീട്ടിലിരുന്നാൽ എനിക്ക് ആവശ്യമായ പണം വന്നു ചേരുമോ എന്ന്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ പണം എന്ന് പറയുന്നത് പല വഴികളിലൂടെയാണ് അവരിലേക്ക് എത്തുന്നത്. ചിലർ ആരോടെങ്കിലും പണം കടമായി ചോദിച്ചിട്ടുണ്ടാകും, ചിലരാകട്ടെ ആർക്കെങ്കിലും പണം കടമായി കൊടുത്തിട്ടുണ്ടാകും, ചിലർ ഏതെങ്കിലും ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലർക്ക് ഈ നിത്തിക ദേവതയുടെ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ചതിനു ശേഷം ഏതെങ്കിലും പുതിയ ഒരു ലോണിനുള്ള ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ നമ്മളെ തേടി പണം വരുവാനുള്ള ആ വാതിലുകൾ, അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം തന്നെ തുറന്നു കിട്ടുവാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേർഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. നമ്മൾ ആവശ്യപ്പെട്ട പണം നമ്മളിലേക്ക് പല വിധത്തിലുള്ള വഴികളിലൂടെ വന്നു ചേരുന്നതായിരിക്കും. പക്ഷെ ഞാൻ നിത്തിക ദേവതയെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നിലേക്ക് പണം വന്നു ചേരുമെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊരു സ്വിച്ച് വേർഡുകൾ പറഞ്ഞാലും, ഏതൊരു മന്ത്രജപങ്ങൾ ചൊല്ലിയാലും, പൂജകൾ ചെയ്താലും, വഴിപാടുകൾ ചെയ്താലും, ക്ഷേത്ര ദർശനം നടത്തിയാലും നിങ്ങളിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചേരുകയില്ല. മറിച്ച് നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിനോടൊപ്പം ഇതുപോലുള്ള പ്രപഞ്ചശക്തിയെ നമ്മളിലേക്ക് ആകർഷിക്കുവാനുള്ള ഓരോ മെത്തേഡുകളും പ്രയോഗിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളിലേക്ക് നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രപഞ്ചം എത്തിച്ചു തരുന്നതായിരിക്കും. ഈ പ്രപഞ്ചത്തോട് കൂടി ഇണങ്ങി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ നിത്തിക ദേവത എന്ന് പറയുന്നത്. പ്രധാനമായും പണത്തിൻ്റെ ദേവതയായിട്ടാണ് നിത്തിക ദേവതയെ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പണം സംബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ തീർത്തു തരുവാൻ സാധിക്കുന്ന ഒരു ദേവതയാണ് നിത്തിക ദേവത. നമ്മുടെ അത്യാവശ്യമായ സമയങ്ങളിൽ നമുക്ക് കൈ തന്ന് കൂടെ ചേർത്ത് നമുക്ക് ആവശ്യമായ തുക തന്ന് സഹായിക്കുന്ന ഒരു ദേവത കൂടിയാണ് നിത്തിക ദേവത. ഈ ദേവതയെ നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം? അതിന് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, ഇത് നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ഏതൊരു സമയം വേണമെങ്കിലും പ്രയോജനപ്പെടുത്താം. ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് പറയാവുന്നതാണ്. പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. മറിച്ച് നിങ്ങൾക്ക് എപ്പോൾ പണം ആവശ്യമായി വരുന്നുവോ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ദേവതയുടെ ഈ സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. ഇനി ചിലർ പറയും, ഞങ്ങൾ ഒരു 11 ദിവസം തുടർച്ചയായിട്ട് ഈ സ്വിച്ച് വേർഡ് ചൊല്ലട്ടെ, അതിനുള്ള പ്രധാനപ്പെട്ട ഒരു സമയം എപ്പോഴാണ് എന്ന് പറയുമോ എന്ന്. ഒന്നുകിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെയോ നമുക്ക് ഈ ദേവതയുടെ സ്വിച്ച് വേർഡ്
ചൊല്ലുന്നത് ജപിക്കാവുന്നതാണ്. എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കണ്ണുകൾ തുറന്ന ഉടനെ തന്നെ നമ്മൾ എപ്പോഴും ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വിച്ച് വേർഡുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് ദിവസം എത്ര രൂപയാണ് ആവശ്യമായി വരുന്നത് ആ തുക നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങളുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെയോ അല്ലെങ്കിൽ താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തുന്നത് പോലെ സങ്കല്പിക്കുക. അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്ത നിങ്ങൾക്ക് ആവശ്യമായ തുകയുടെ കണക്കിൽ മാത്രമായിരിക്കണം ഉണ്ടാവേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഒരു 5-10 സെക്കൻഡ് നിങ്ങളുടെ മനസ്സിൽ ഏകാഗ്രതയോടുകൂടി വെക്കുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ വെച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മുടെ 2 കൈകളും നമ്മുടെ ഈ കാലുകളിൽ, നമ്മൾ കാല് മടക്കി വെച്ചാണ് ഇരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ ധ്യാനം ചെയ്യുവാനായിട്ടിരിക്കുന്നത് അതേ രീതിയിൽ നമ്മുടെ കൈകൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തോടും നിതികാദേവതയോടും നമുക്ക് ആവശ്യമായ തുക ചോദിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10,000 രൂപ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആവശ്യമാണ് എന്നിരിക്കട്ടെ. ആ 10,000 രൂപ നിങ്ങളിലേക്ക് എത്തിയതായിട്ട് സങ്കല്പം കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കുക. ആ സങ്കല്പത്തോടു കൂടി തന്നെ നിങ്ങൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. വളരെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ആ സ്വിച്ച് വേർഡ് പറയുക. നിങ്ങളുടെ മനസ്സിനെ എത്ര നേരം പിടിച്ചു നിർത്തുവാൻ സാധിക്കും? ഓരോരുത്തരുടെ മനസ്സിൻ്റെയും ശക്തിക്ക് ഓരോ സമയമാണ്. കുറഞ്ഞത് ഒരു 17 സെക്കൻഡ് മാത്രമേ ഒരാളുടെ മനസ്സിൻ്റെ ശക്തിയെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ അത് ധ്യാനത്തിൻ്റെ രീതി അനുസരിച്ചും എപ്പോഴും ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾക്കനുസരിച്ചും അവരുടെ ആ ഒരു പവർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ഓരോരുത്തരുടെയും ആ ഒരു കോൺസെൻട്രേഷൻ്റെ കണക്കിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്നാൽ നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യുക. ഇനി ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ഒരു നേരം, അതായത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് എത്ര നേരം നമ്മുടെ കൺട്രോളിലുണ്ടോ അത്രയും നേരം നമുക്ക് ഈ സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഏതാണ് ആ സ്വിച്ച് വേർഡ് എന്ന് നമുക്ക് കാണാം. നിത്തിക മാജിക് ബിഗിൻസ് നൗ. നിത്തിക മാജിക് ബിഗിൻസ് നൗ. നിത്തിക മാജിക് ബിഗിൻസ് നൗ. ഈ സ്വിച്ച് വേർഡാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ഈ സ്വിച്ച് വേർഡ് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷവും കണ്ണുകൾ അടച്ച് നിതികാദേവത നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ തുക എത്തിച്ചു തന്നതിൽ സന്തോഷത്തോടു കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാവുന്നതാണ്. പിന്നീട് നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് പോലെയുള്ള ജോലികൾ ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ നിതികാദേവതയുമായി കണക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശ്വാസത്തോടു കൂടിയും വളരെ കോൺസെൻട്രേഷനോടു കൂടിയുമായിരിക്കണം നമ്മൾ ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലേണ്ടത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും വീട്ടിലുള്ളവർ വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇടയ്ക്കിടെ നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് പ്രയോഗിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ചെറിയ തുകയാണ് ചിലർ ആഗ്രഹിച്ചിരിക്കുന്നത് എങ്കിൽ അവർക്ക് ആവശ്യമായ തുക ചില സമയങ്ങളിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ അവരെ തേടി എത്തുന്നതായിരിക്കും. മറ്റു ചിലർക്കാകട്ടെ കുറച്ച് സമയം എടുക്കുമെങ്കിലും അവർക്ക് ആവശ്യമായ തുക അവരിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ചിലർ രാവിലെ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമായ തുക കിട്ടി, ഇനി ഞങ്ങൾ വീണ്ടും വൈകുന്നേരവും ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിലും ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നമുക്ക് എല്ലാ ദിവസങ്ങളിലും പണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിത്യജീവിതത്തിൽ എപ്പോഴും ചൊല്ലാവുന്നതാണ്. ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലാം, ഉണർന്ന ഉടനെ ചൊല്ലാം, ഫ്രീ ആയിട്ട് ഏതു സമയങ്ങളിൽ നമ്മൾ ഉണ്ടോ ആ സമയത്ത് ചൊല്ലാം, ഏതൊരു സമയത്ത് വേണമെങ്കിലും ചൊല്ലാം. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായ വിശ്വാസം നിതികാദേവതയിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ വാക്ക് ഇടയ്ക്കിടെ ചൊല്ലി വരിക. നിങ്ങൾക്ക് ആവശ്യമായ തുക എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് നിതികാദേവത എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമഃ.